നമ്മൾ ആപ്പിൾ യൂസേഴ്സ് ഒരിക്കലും സ്വപ്നം കണ്ടിട്ടില്ലാത്ത പല കാര്യങ്ങളാണ് ആപ്പിളിനിടയിൽ നിലവിൽ സംഭവിക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് റെട്രോ ഗെയിംസ്. അതായത് ഇപ്പം നമ്മൾ കളിക്കുന്ന കമ്പ്യൂട്ടർ കൺസോൾ ഗെയിംസ്, അതിനുപയോഗിക്കുന്ന ലാപ്പും കമ്പ്യൂട്ടറും സ്മാർട്ട് ഫോൺസും ഒക്കെ നമ്മളുടെ ജീവിതത്തിലേക്കൊക്കെ വരുന്നതിന് മുന്നേ അവിടെ മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു. അതാണ് വീഡിയോ ഗെയിംസ്. അതിനുപയോഗിച്ചുകൊണ്ടിരുന്ന പല കൺസോളുകൾ, അതിൽ നിറ്റൻഡോ ഗെയിം ബോയ് പോലുള്ള പല ഹാൻഡ് ഹെൽഡ് ഡിവൈസ് ഉപയോഗിച്ച് നമ്മൾ ഗെയിംസ് കളിച്ചിട്ടുണ്ട്. അങ്ങനെ മറഞ്ഞു പോയിട്ടുള്ള പല റെട്രോ ഗെയിംസിനെയും നമുക്ക് ഇനി മുതൽ നമ്മളുടെ ഡിവൈസുകളിൽ ഐഫോണിലും ഐപാഡിലും ഒക്കെ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ കളിക്കാൻ സാധിക്കും. അതിനുള്ള ഒരു വലിയ സമുദ്രം തന്നെയാണ് ആപ്പിൾ കഴിഞ്ഞ ദിവസം ഡെൽറ്റ എന്ന് പറയുന്ന ആപ്പ് സ്റ്റോറിൽ നിങ്ങൾക്ക് പോയാൽ കാണാൻ സാധിക്കും. ഡെൽറ്റ എന്ന് പറയുന്ന ഈ ഒരു റെട്രോ ഗെയിം എമുലേറ്റർ ആണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഇപ്പം ആപ്പിളിൻ്റെ ആപ്പ് സ്റ്റോറിൽ ഒഫീഷ്യലി അലോ ചെയ്തേക്കുന്നു. ഇതിന് മുന്നേ ഈ ഒരു ഡെൽറ്റ എമുലേറ്റർ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ജെയിൽ ബ്രേക്ക് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ സൈഡ് ലോഡ് ചെയ്യണം. ഈ ഒരു ഓപ്ഷൻസ് ഉപയോഗിച്ച് മാത്രം നടത്തിക്കൊണ്ടിരുന്ന ആ ഒരു പ്രോസസ്സ് ഇപ്പം വെറും സിമ്പിളായിട്ട് നമുക്ക് ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് അതിൽ നമുക്ക് ഗെയിംസ് കളിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഗെയിംസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നും എന്തൊക്കെ ഗെയിംസ് നമുക്ക് കളിക്കാൻ സാധിക്കുമെന്നും അതിൻ്റെ പല ഫീച്ചേഴ്സുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. ഓൾറെഡി നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് 14 പ്രോയിൽ 2-3 ഗെയിംസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കളിച്ച് നോക്കി. വളരെ രസകരമായിട്ട് തോന്നി. ആദ്യം തന്നെ ഡെൽറ്റ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഡയറക്റ്റ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അതിനുശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇതാണ് അതിൻ്റെ ഇൻ്റർഫേസ്. യാതൊരു കോംപ്ലക്സിറ്റി ഇല്ല, വളരെ സിമ്പിളാണ്. നമുക്ക് ഗെയിംസ്, ഈ പറഞ്ഞ ഗെയിംസ് നമ്മൾ നോർമലി ആപ്പ് സ്റ്റോറിൽ നിന്നൊക്കെ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ അല്ല ഈ ഒരു ഗെയിം വർക്കാകുന്നത്. അതായത് നമുക്കറിയാം ഒരു നോർമൽ ഗെയിം നമ്മൾ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പം ഒരു 300-500 MB ഒക്കെ ആവും. എന്നാൽ ഇതുപോലുള്ള എമുലേറ്റേഴ്സിൽ നമ്മൾ ഗെയിംസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പം ആ ഗെയിമിൻ്റെ സൈസ് എന്നൊക്കെ പറയുന്നത് 1 MBക്ക് താഴെ ഉള്ളൂ. വെറും KB സൈസിൽ പല ഗെയിംസും നമുക്ക് അവൈലബിൾ ആണ്. ഈ ഗെയിംസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് പല റെപ്യൂട്ടഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾ വെറുതെ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ വെബ്സൈറ്റുകളൊക്കെ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇനി ഇതിലെ ഗെയിംസ് എന്നല്ല പറയുന്നത്, ആക്ച്വലി റോംസ് എന്നാണ് പറയുന്നത്. റോംസ് ഒക്കെ നമുക്ക് ഗൂഗിൾ സെർച്ച്, നിങ്ങൾക്ക് നിസ്സാര ഗൂഗിൾ സെർച്ച് നടത്തിയാൽ നിങ്ങൾക്ക് പല വെബ്സൈറ്റുകളിൽ നിന്നും റോംസ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ ആയിരിക്കും റോംസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുമ്പം കാണാൻ സാധിക്കുന്നത്. അത് ജസ്റ്റ് നിങ്ങൾക്ക് വളരെ KB സൈസുകളേ ഉള്ളൂ. സഫാരിയിൽ തന്നെ അല്ലെങ്കിൽ ഏത് വെബ് ബ്രൗസറാണോ ഉപയോഗിക്കുന്നത് അതിൽ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്ന റോംസ് ഡയറക്റ്റ്ലി നമുക്ക് ഫയൽസ് ആപ്പിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം ഫയൽസ് ആപ്പിൽ ഓപ്പൺ ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫയൽസ് ആപ്പിൽ നിങ്ങൾക്ക് ഓൾറെഡി ഇതിൻ്റെ ഈ ഒരു ഡെൽറ്റ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ ഒരു ഡയറക്ടറി അല്ലെങ്കിൽ ഫോൾഡറൊക്കെ കാണും. അതിലേക്ക് നമുക്കൊരു പുതിയ ഫോൾഡറൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും സൂക്ഷിക്കാൻ സാധിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി അതിലേക്ക് മൂവ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എവിടെയാണോ കിടക്കുന്നത് അവിടെ നിന്ന് തന്നെ ഓപ്പൺ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങളുടെ ഓർഗനൈസേഷൻ പോലെ സെറ്റ് ചെയ്യുക. ഇവിടെ ഈ ഒരു ഡെൽറ്റ എന്ന് പറയുന്ന ആപ്ലിക്കേഷനകത്ത് അല്ലെങ്കിൽ ആ ഫോൾഡറിനകത്ത് പുതിയ വേണമെങ്കിൽ ഒരു ഫോൾഡർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അവിടെ നമുക്ക് റോം എന്ന് നമുക്ക് പേരിടാം. റോംസ് എന്നുള്ളത് പേരിട്ടതിന് ശേഷം നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഫയൽസ് അല്ലെങ്കിൽ ആ ഫയൽ നമുക്ക് മൂവ് ചെയ്ത് ആ റോം എന്ന് പറയുന്ന ഫോൾഡറിലേക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കും. ഓൺ മൈ ഫോൺ സെലക്ട് ചെയ്യുക, ഡെൽറ്റ, അതിൽ റോംസ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് മൂവ് ചെയ്യുക. ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ആ ഡെൽറ്റ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇവിടെ നമ്മൾ ഏറ്റവും ടോപ്പിലുള്ള പ്ലസ് ഐക്കണിൽ ടാപ്പ് ചെയ്യുക. ഐറ്റ്യൂൺസ് ഫയൽസ് എന്ന് പറയുന്ന 2 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഫയൽസ് ആപ്ലിക്കേഷനിൽ വേണം ഇത് സേവ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ. ഇവിടെ നമ്മൾ ബ്രൗസ് ഓപ്ഷനിൽ പോകുന്നു. നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ തപ്പുന്നു. അതിൽ റോംസ് എവിടെയാണോ അത് സെലക്ട് ചെയ്യുന്നു. അവിടെ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്തത് അവിടെ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ആ ഗെയിം അവിടെ ഇൻസ്റ്റാൾ ആകുന്നതായിരിക്കും. ഇനി ചില സാഹചര്യങ്ങളിൽ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമുക്ക് പല ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളും ഇതിൽ സപ്പോർട്ടഡ് ആണ്. അതാണ് നിങ്ങൾ ഏറ്റവും ടോപ്പിൽ കാണുന്ന GBC, അതുപോലെ തന്നെ NES എന്ന് പറഞ്ഞ രീതിയിൽ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്ന ഗെയിംസ് അല്ലെങ്കിൽ റോമുകൾ നമുക്കിവിടെ കാണാം. ആൽബം ആർട്ട് കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ ഇതിൻ്റെ ആൽബം ആർട്ട് നമുക്ക് അവിടെ കാണാം, ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് ഈ ആൽബം ആർട്ട് ഇതിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക, ചേഞ്ച് ആൽബം ആർട്ട് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമുക്ക് ഗെയിം ഡേറ്റാബേസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിന് മുന്നേ നമ്മൾ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു റോമിൻ്റെ പേര് നിങ്ങളൊന്ന് സൂക്ഷിച്ച് വെച്ചേക്കുക. സൂപ്പർ മാരിയോ ബ്രോസ് എന്നാണ്. സോ ഞാൻ ഡേറ്റാബേസിലേക്ക് പോയി ഇവിടെ നമ്മൾ സൂപ്പർ മാരിയോ എന്നുള്ളത് ബ്രോസ് സെലക്ട് ചെയ്തു, അവിടെ കൊടുത്തു. അപ്പോൾ ആ ഒരു ആൽബം ആർട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ആൽബം ആർട്ട് ആഡ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് പേരുകൾക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ആ പേര് ചേഞ്ച് ചെയ്യാനും നമുക്കിവിടെ റീനെയിം ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയി ടൈപ്പിംഗ് ചെയ്ത് കൊടുത്താൽ പേര് നമുക്ക് റീനെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ സെറ്റിങ്സ് എന്ന് പറയുന്ന ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഗിയർ ഐക്കൺ ഉണ്ട്. അതിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത്രയധികം വെറൈറ്റി ഓപ്ഷൻസ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ആദ്യം തന്നെ ഉള്ളത് കൺട്രോളേഴ്സാണ്.
ഇപ്പം ഫസ്റ്റ് പ്ലെയർ, സെക്കൻഡ് പ്ലെയർ, തേർഡ് പ്ലെയർ അങ്ങനെ ഡിഫറെൻറ്റ് കൺട്രോളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ടച്ച് ഡിവൈസ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് കൺട്രോളേഴ്സ് സ്വിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ കൺട്രോളേഴ്സിൻ്റെ സ്കിൻ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പം നിറ്റൻഡോ ആണെങ്കിൽ അതാണ് NES എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു സ്കിൻ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും ടോപ്പിലുള്ള SNES അല്ലെങ്കിൽ NES, ഗെയിം ബോയ് ഇതൊക്കെ വെച്ച് ഈ ഒരു വേർഡ്സ് വെച്ചുകൊണ്ട് നമ്മൾ സെർച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതിനുള്ള സ്കിന്നുകളും ഈ ഗെയിം ഡൗൺലോഡ് ചെയ്യുന്ന പോലെ നമുക്ക് അവൈലബിൾ ആണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഇപ്പം നമുക്ക് ലാൻഡ്സ്കേപ്പിലും പോർട്രേറ്റിലും ഓരോ സ്കിന്നുകൾ അവൈലബിൾ ആണ്. ഇവിടെ ഉള്ള പോലെ നമുക്ക് സ്കിന്നുകൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഇൻ്റർനെറ്റിൽ നിന്ന്. ജസ്റ്റ് ഡൗൺലോഡ് കൊടുക്കുക. സഫാരിയിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ്സിൻ്റെ ഓപ്ഷനിൽ പോയി കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് ഫയൽസിലേക്ക് അത് മൂവ് ചെയ്യാൻ സാധിക്കും. ഡെൽറ്റയുടെ ഫോൾഡറിലേക്ക് നിങ്ങൾക്ക് ഇതുപോലെ മൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം വീണ്ടും നമ്മൾ ഡെൽറ്റ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഇതിൽ ഏത് സ്കിന്നാണ് NES ആണ് ഞാൻ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തത്. അപ്പം നിറ്റൻഡോ ആണ്. നിറ്റൻഡോയുടെ ആ ഓപ്ഷനിൽ പോവുക. ഇതിൽ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും ടോപ്പിൽ പ്ലസ് ഐക്കൺ കാണും. അതിൽ ടാപ്പ് ചെയ്യുക. വീണ്ടും നമ്മൾ ആ സ്കിന്ന് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുത്ത് കഴിയുമ്പോൾ താഴെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ GBA സ്കിന്നുകളും നമുക്ക് കിഡിലൻ GBA സ്കിന്നുകളൊക്കെ ഉണ്ട്. നമുക്കിവിടെ ഓൾറെഡി പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് 2 ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിലിംഗ് കൂടിയ ഡെപ്ത് എഫക്റ്റ് ഉള്ള സ്കിന്നുകളൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. വൺസ് സ്കിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്കിൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ അത് ആഡ് ആകത്തുള്ളൂ. ഇനി ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം താഴത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ കൺട്രോളർ ഒപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഈ കൺട്രോളർ എത്രത്തോളം വിസിബിൾ ആയിട്ട് നമുക്ക് കാണണം എന്നുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഗെയിം ഓഡിയോ, അതായത് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സൗണ്ട് അല്ലെങ്കിൽ ഗെയിം പ്ലേയുടെ സൗണ്ട് പ്ലേ ആകത്തില്ല നമ്മൾ സൈലൻറ്റിലല്ല എന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക്, ബട്ടൺസ് ടാപ്പ് ചെയ്യുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഫീഡ്ബാക്ക് അത് ലഭിക്കാനുള്ള ഓപ്ഷനാണ്. പിന്നെ ഉള്ളത് ഡെൽറ്റ സിങ്ക് ആണ്. ഈ സിങ്ക് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐപാഡ് അതുപോലുള്ള മൾട്ടിപ്പിൾ ഡിവൈസുകളിൽ നിങ്ങൾ ഈ ഒരു ഡെൽറ്റ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് എമുലേറ്റേഴ്സ് പ്ലേ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലെല്ലാം നമ്മളുടെ ആ ഒരു പ്ലേ ലോഡ് ചെയ്യാനും സേവ് ചെയ്യാനും അവിടുന്ന് കണ്ടിന്യൂ ചെയ്യാനും സാധിക്കുന്നതാണ്. അതിനാണ് ഈ ഒരു ഗെയിം സിങ്ക് ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഗൂഗിൾ ഡ്രൈവും ഡ്രോപ്പ് ബോക്സും ആണ് ഇപ്പം നിലവിലുള്ളത്. പിന്നെ ഹാപ്റ്റിക് ടച്ചിൻ്റെ ഓപ്ഷൻ. ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ ഹോം സ്ക്രീൻ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് പ്ലേ ചെയ്ത ഗെയിംസ് നമുക്ക് റീസെൻ്റ്ലി പ്ലേ എന്ന് പറയുന്ന ഓപ്ഷനിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആകുന്നതായിരിക്കും. ജസ്റ്റ് ഈ ഒരു ഡെൽറ്റയിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലാസ്റ്റ് പ്ലേ ചെയ്ത 2 മാച്ചിലേക്ക് അല്ലെങ്കിൽ ഗെയിംസിലേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് പോകാൻ സാധിക്കുന്നതാണ്. അതിനാണ് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നത്. രണ്ടാമത്തെ കോൺടെക്സ്റ്റ് മെനു പ്രിവ്യൂ ആണ്. അത് നമുക്ക് മെനൂസ് പ്രിവ്യൂ ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. പിന്നെ ഉള്ളത് കോർ സെറ്റിംഗ്സ്, ഡെവലപ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഓപ്ഷൻസും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെയാണ്. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊന്നുമില്ല. ഡൺ കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇനി ഈ ഗെയിംസ് അടിപൊളി ഗെയിംസാണ്. നമ്മൾ എസ്പെഷ്യലി ഈ ഒരു സൂപ്പർ മാരിയോ ബ്രോസ് ഒക്കെ കളിക്കാൻ പഴയ ആ ഒരു നൊസ്റ്റാൾജിയ, അതായത് ആ വീഡിയോ പ്ലെയർ ഡിവൈസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കളിച്ചുകൊണ്ടിരുന്ന അതേ ആ ഒരു ഫീല് നമുക്ക് വീണ്ടും തിരികെ കിട്ടുന്നുണ്ട്. നമുക്ക് ലാൻഡ്സ്കേപ്പിൽ ഇതുപോലെ തന്നെ പ്ലേ ചെയ്യാൻ സാധിക്കും. നോർമലും പ്ലേ ചെയ്യാൻ സാധിക്കും. ഇതിൽ മെനു ഓപ്ഷൻ ഉണ്ട്. ഓരോ ബട്ടൺസിനും പല ഓപ്ഷൻസോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ മെനുവിൽ നമുക്ക് എക്സ്ട്രാ കുറച്ച് അഡീഷണൽ ഓപ്ഷൻസ് അല്ലെങ്കിൽ ടൂൾസ് കാണാൻ സാധിക്കും. ഇതിൽ ഫസ്റ്റ് ഉള്ളതാണ് സേവ് സ്റ്റേറ്റ്. സേവ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലേ ചെയ്യുന്ന ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ, അതായത് നമ്മളുടെ ഗെയിം പ്ലേ നമുക്ക് സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് സേവ് സ്റ്റേറ്റ്. പിന്നെയുള്ള ലോഡ്, നമ്മൾ പ്രീവിയസ്ലി സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഗെയിംസ് ലോഡ് ചെയ്യാനുള്ളതാണ് ഈ ഒരു ലോഡ് സ്റ്റേറ്റ്. പിന്നെയുള്ളത് ചീറ്റ് കോഡാണ്. ചീറ്റ് കോഡിൽ ടാപ്പ് ചെയ്താൽ നമുക്ക് പുതിയ ചീറ്റ് കോഡുകൾ അല്ലെങ്കിൽ ചീറ്റുകൾ നമുക്ക് ഇതിൽ എൻ്റർ ചെയ്യാനും ആഡ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. പിന്നെ ഉള്ളതാണ് ഫാസ്റ്റ് ഫോർവേഡ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു പോക്കിമാൻ ഗെയിംസ് ഒക്കെ കളിക്കുമ്പോൾ അതിൽ കുറേ അധികം എഴുത്തും കാര്യങ്ങളും അവരുടെ കോൺവെർസേഷൻസ് ഒക്കെ വരും. ആ കോൺവെർസേഷൻസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് ഗെയിം പ്ലേയിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ് ഫാസ്റ്റ് ഫോർവേഡ്. പിന്നെ ഹോൾഡ് ബട്ടൺ എന്ന് പറയുന്നത് നമുക്ക് മൾട്ടിപ്പിൾ ബട്ടൺസ് അറ്റ് ദ സെയിം ടൈം ആക്സസ് ചെയ്യണം അല്ലെങ്കിൽ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് അത് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്രയും 5 ഓപ്ഷൻസ് ആണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് റെട്രോ ഗെയിംസ് വളരെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെൽറ്റ എന്ന് പറയുന്ന എമുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് വേൾഡിൻ്റെ ഏത് സ്ഥലത്തു നിന്നും ഏത് റെട്രോ ഗെയിംസും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു അടിപൊളി ഓപ്ഷനാണ് ഇപ്പോഴെങ്കിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലേക്ക് എനേബിൾ ചെയ്തിരിക്കുന്നത്. കാരണം ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് നമുക്കറിയാം യൂറോപ്യൻ യൂണിയനിൽ തേർഡ് പാർട്ടി ആപ്പ് സ്റ്റോറുകൾ എനേബിൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇനി വരും നാളുകളിൽ നമുക്ക് ബാക്കിയുള്ള എല്ലാ കൺട്രീസിലേക്കും അതിനുള്ള ഓപ്ഷൻസും ആപ്പിൾ കൊണ്ടുവരുന്നതായിരിക്കും. അതിന് എക്സ്ട്രാ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ആ ഒരു പ്രൈവസി സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഉറപ്പ് വരുത്താൻ വേണ്ടി. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ആപ്പിൾ പതുക്കെ ഒരു എവല്യൂഷൻ സ്റ്റേജിലാണ്. ആപ്പിൾ കുറേയധികം വിട്ടുവീഴ്ചകൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനെ കാണാൻ സാധിക്കും തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾക്ക് റെട്രോ ഗെയിംസ് നിങ്ങളുടെ പഴയ ആ കുട്ടിക്കാലത്തിലേക്ക് അല്ലെങ്കിൽ ആ സമയത്തെ ഗെയിംസിലേക്കൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്നൊരു ഓപ്ഷനാണ് ഡെൽറ്റ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys in the next video. Till then, peace.